ഇന്ന് ആമിയും കുഞ്ഞുങ്ങളും ഡിസ്ചാർജ് ആകുന്ന ദിവസമാണ്. ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് ആമിയെയും കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടും ചെറിയമ്മമാരുടെ കയ്യിലായിരുന്നു. പിന്നെ പതിവ് പോലെ ഇതുതന്നെയാണ് ആമിയെ എടുത്തതും. അന്ന് വൈകിട്ട് ദേവിയെ ഡിസ്ചാർജ് ചെയ്യും. ആമിയെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് യദു നേരെ കാളിയാർ മഠത്തിലേക്കാണ് പോയത്. ആമിയെയും കുഞ്ഞുങ്ങളെയും ആരതി ഒഴിഞ്ഞവർ സ്വീകരിച്ചു. ആമിക്കും കുഞ്ഞുങ്ങൾക്കും കിടക്കാൻ താഴെ മുറി റെഡിയാക്കിയെങ്കിലും ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ ആമിയെയും എടുത്ത് പടികൾ കയറിയിരുന്നു. ആർക്കും അത്ഭുതമൊന്നും തോന്നിയില്ല. സ്വാഭാവികം എന്ന പോലെയായിരുന്നു. യദു ആമിയെയും എടുത്ത് പടികൾ കയറിയതും അവർക്ക് പുറകെ ചെറിയമ്മമാരും കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നു. പടികൾ കയറി മുറിയിലെത്തിയതും യദു ആമിയെ ബെഡിലേക്ക് കിടത്തി. പുറകെ വന്ന് ചെറിയമ്മമാരും ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ തൊട്ടിലേക്ക് കിടത്തി. ആമിക്ക് കുടിക്കാനുള്ള ജ്യൂസും കൊടുത്തിട്ടാണ് അവർ പോയത്. അവർ പോയ ഉടനെ യദു ഡോറടച്ച് ആമിക്ക് അടുത്തേക്കായി പോയി. അവളെ എടുത്തൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോയി അവളെ ഫ്രഷാക്കി. പിന്നെ ഇട്ടിരുന്ന വസ്ത്രം മാറ്റിയൊരു നൈറ്റ് ധരിപ്പിച്ചു. പിന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് അവളുടെ അടുത്ത് കിടത്തിയതും ആമി രണ്ടുപേർക്കും പാല് കൊടുത്തു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറങ്ങിയതും യദു അവരെ ആമിയുടെ അടുത്തേക്ക് കിടത്തി കൊടുത്തു. എന്നിട്ട് ആമിയുടെയും കുഞ്ഞുങ്ങളുടെയും നെറ്റിയിൽ ചുണ്ട് ചേർത്തു. പിന്നെ ഒന്ന് ഫ്രഷ് ആവാനായി പോയി. ഇട്ടിരിക്കുന്ന ഷർട്ട് അഴിച്ചു മാറ്റിയപ്പോഴാണ് മുറിവിൽ നിന്നും രക്തം കിനിയുന്നത് അവൻ കാണുന്നത്. പെട്ടെന്ന് ഫ്രഷായി മുറിവ് ഡ്രസ്സ് ചെയ്ത് ഒരു ടീഷർട്ടും ഷോർട്ട്സും ധരിച്ചവൻ പുറത്തേക്ക് വരുമ്പോൾ ആമി നല്ല ഉറക്കമാണ്. കയ്യിലുള്ള ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടിയത് ബെഡിലേക്ക് കിടന്നു. കുഞ്ഞുങ്ങളുടെ നേരെ തിരിഞ്ഞു കിടക്കുന്ന ആമയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് അവളുടെ മുടിയിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. തുറന്നിട്ട ജനൽ കൂടെ ഒരു തണുത്ത കാറ്റ് അവരെ കടന്നു പോയതും ഏതോ അവളോട് ചേർന്ന് കണ്ണുകൾ അടച്ചു കിടന്നു. ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് പുറത്തേക്ക് നോക്കുവാണ് സേവി. ഇത്തവണത്തെ മുറിവ് കുറച്ച് വലുതായതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാതെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള യദുവിൻ്റെ വാക്ക് ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് സേവി അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം ആമിയുടെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ആരുടെയോ കയ്യിൽ നിന്ന് തലക്കടി കിട്ടി ബോധം അറിയുന്നതിന് മുൻപ് കാണുന്നത് ആമിയുടെ അടുത്തേക്ക് പകയോടെ പോകുന്ന രഘുരാജയെയാണ്. പക്ഷേ പിന്നീടൊന്നും ഓർമ്മയില്ല. തന്നെ പുച്ഛത്തോടെ ഒന്ന് നോക്കിക്കിടന്നു പോകുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞതും സേവി തൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു തുറന്നു. ആമിയെയും കുഞ്ഞുങ്ങളെയും താൻ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് യദു അവരെ തന്നെ ഏൽപ്പിച്ചു പോയത്. എന്നാൽ തനിക്ക് ആ വിശ്വാസം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഓർക്കെ സ്വയം ദേഷ്യം തോന്നി അവന്. ഒരുപക്ഷെ ആമിക്കോ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും തനിക്ക് സ്വസ്ഥമായൊരു നിമിഷം പോലും ജീവിതത്തിൽ ഇല്ലാതാകും. അതുകൊണ്ടാണ് ബോധം വന്ന ഉടനെ ആമിയെ തിരക്കിയത്. കുഴപ്പമൊന്നുമില്ലാതെ ആമി പ്രസവിച്ചു എന്നും കുഞ്ഞുങ്ങൾ ഓക്കെയാണ് എന്നും അറിഞ്ഞത് മുതൽ മനസ്സവരെ ചുറ്റിപ്പറ്റിയാണ്. യദുവിൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, അവൻ്റെ കുടുംബം, അവന് സ്വർഗം പോലൊരു ജീവിതം, അതായിരുന്നു തൻ്റെ സ്വപ്നം. അത് നടന്നു. ഇനി അവൻ തനിച്ചല്ല ഒരിക്കലും. കണ്ണുകൾ അടച്ച് കുഞ്ഞുങ്ങളെ എടുത്തു നിൽക്കുന്ന യദുവിൻ്റെ മുഖം ഒരു മങ്ങിയ ചിത്രം പോലെ അവൻ്റെ മനസ്സിലേക്ക് വന്നു. ഒപ്പൊരു പുഞ്ചിരിയും. ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനും കൈകളിൽ കോരിയെടുക്കാനും ചുംബനം കൊണ്ട് മൂടാനും സേവിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. അവരുടെ അടുത്തേക്ക് എത്താൻ അവൻ്റെ ഉള്ളം തുടിച്ചു. ഇടയിൽ എപ്പോഴോ അവൻ്റെ മനസ്സിലേക്ക് ലച്ചുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. കണ്ണു തുറക്കുമ്പോൾ ആദ്യം കണ്ടത് തൻ്റെ അടുത്തിരുന്ന് കണ്ണീർ വാർക്കുന്ന ലച്ചുവിൻ്റെ ചിത്രമാണ്. അവളെ നോക്കുന്നതിന് കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ തൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു ലച്ചു. അവളുടെ ആ ചിത്രം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നുപോയി. തനിക്ക് വേണ്ടി ഊണും ഉറക്കവും രക്ഷിച്ച് രാപ്പകൽ കൂട്ടിരുന്ന അവളോട് വല്ലാത്ത കടപ്പാട് തോന്നി. അതിലുപരി ഇഷ്ടം തോന്നി. പക്ഷേ അവൾക്ക് മുൻപിൽ അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ നിമിഷം മനസ്സിലേക്ക് വന്നതാണ് യദുവിൻ്റെ ചിത്രം. തനിക്ക് താങ്ങും തണലുമായവൻ, തൻ്റെ എല്ലാം. കണ്ണുകൾ മുറുക്കെ അടച്ചൊരു നിമിഷം പോലും ചിന്തിക്കാതെ അവളിൽ നിന്നും കൈകൾ പിൻവലിച്ചതും തേങ്ങിക്കൊണ്ടവൾ പുറത്തേക്ക് വന്ന കരച്ചിലടക്കി പുറത്തേക്ക് പോകുന്നവളുടെ ഉള്ളിൽ പിടയ്ക്കുന്നത് അവനറിയാം. പക്ഷേ തൻ്റെ സുഹൃത്തിന് മുൻപിൽ അവളുടെ സ്ഥാനം രണ്ടാമതാണ്. ലച്ചുവിനെ കുറിച്ചുള്ള ചിന്തകൾ അവനെ അസ്വസ്ഥമാക്കിയപ്പോൾ തൻ്റെ കണ്ണുകൾ രണ്ടും മുറുക്കെ അടച്ചിരുന്നു അവൻ. എന്നാൽ അവനെ തോൽപ്പിച്ചുകൊണ്ട് ആ കണ്ണുകളിൽ നിന്നും 2 തുള്ളി നീർമുത്തുകൾ കൺകോണിലൂടെ താഴേക്ക് പോയി. അത് അവൻ്റെ വേദനയായിരുന്നു, അവൻ്റെ പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ വേദന. എന്നാൽ അതിന് ലച്ചു അവൻ്റെ മുൻപിലേക്ക് ചെന്നിട്ടില്ല. പക്ഷേ ആ ഹോസ്പിറ്റലിൽ അവളുടെ സാമീപ്യം അവന് തിരിച്ചറിയാം. കണ്ണുകളടച്ചൊന്ന് മയങ്ങിയതും വൈകിട്ടായിരുന്നു എഴുന്നേറ്റത്. ഉടനെ സേവി ഡിസ്ചാർജ് ആയതും അർജുനും ജിതനും ചെറിയച്ഛനും കൂടിയാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആമി കണ്ണു തുറക്കുമ്പോൾ അവളോട് ചേർന്ന് യദു ഉറങ്ങുന്നുണ്ട്.
ഒന്നും അറിയാതെ മയങ്ങിക്കിടക്കുന്നവനെ കാണി ആമിക്ക് അവനോട് വല്ലാത്ത പ്രണയം തോന്നി. കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ എല്ലാം തിരക്കുകളും മാറ്റിവെച്ച് തനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്നവനെ ഓർക്കെ അവൻ്റെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുണ്ടമർത്തിയിരുന്നു അവൾ. പിന്നെ ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടക്കുമ്പോഴാണ് ഉയർന്നു നിൽക്കുന്ന അവൻ്റെ ഷർട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കണ്ണുകളൊന്ന് ചുരുങ്ങിയെങ്കിലും പതിയെ അവൻ്റെ ടീഷർട്ട് ഉയർത്തി നോക്കി ആമി കാണുന്നത് അവൻ്റെ വാരിയലിന് സൈഡിലായി കാണുന്ന ഡ്രസ്സ് ചെയ്ത മുറിവിലേക്കാണ്. അതിലിപ്പോഴും ഉണങ്ങാതെ പറ്റിപ്പിടിച്ചു കിടക്കുന്ന രക്തം കണ്ടതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒരു വേള ആ മുറിവിൽ കൂടെ അവളുടെ വിരലുകൾ സഞ്ചരിച്ചതും അസ്വസ്ഥതയോടെ തൻ്റെ കണ്ണുകൾ തുറന്നു. തന്നോട് ചേർന്ന് കിടക്കുന്ന ആമിയെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. എന്നാൽ പെട്ടെന്നാണ് അവൻ്റെ ശ്രദ്ധ അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് പോയത്. അവളുടെ ശ്രദ്ധ ഇവിടേക്കാണെന്ന് തിരിച്ചറിഞ്ഞ യദുവിൻ്റെ കണ്ണുകൾ തൻ്റെ മുറിവിൽ നോക്കി നിൽക്കുന്ന ആമിയിൽ പതിഞ്ഞതും വേഗം ടീഷർട്ട് താഴ്ത്തി എണീറ്റിരുന്നു. പെട്ടെന്ന് തന്നിൽ നിന്ന് അടർന്നു മാറി അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ആമി എണീറ്റു. പെട്ടെന്ന് ബെഡിൽ നിന്നും എണീറ്റ് പോകാൻ നിന്ന യദുവിൻ്റെ കൈകളിൽ ആമിയുടെ കൈപിടി വീണതും യദു അവിടെ തന്നെ നിന്നു. ഇത്ര വലിയ മുറിവ് ഇതെപ്പുണ്ടായതാ? അവനെ നോക്കി അത് ചോദിക്കുമ്പോൾ ആമിയുടെ ശബ്ദത്തിൽ തികഞ്ഞ ഗൗരവമായിരുന്നു. നീ ഹോസ്പിറ്റലായ അന്ന് രാത്രി. അവൾക്ക് മുഖം കൊടുക്കാതെ യദു പറഞ്ഞു നിർത്തിയതും ആമി അവനിൽ നിന്ന് കൈയെടുത്തിരുന്നു. എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞത്? ഇത്ര വലിയ മുറിവ് കൊണ്ടാണോ എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നത്? വേദനയോടെ അത് ചോദിക്കുമ്പോൾ ഇത്രയും ദിവസം ഈ മുറിവും വെച്ച് തനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച മുഖവുമായി കിടന്ന യദുവിൻ്റെ ചിത്രമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. നിനക്ക് വേണ്ടി മാത്രമല്ല ആമി, എനിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയല്ലേ? അവളുടെ കവിളിൽ കൈ ചേർത്ത് അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കിയായിരുന്നു യദു അത് പറഞ്ഞത്. ഒരു നിമിഷം അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്കും ക്ഷീണിച്ച മുഖത്തേക്കും ആമി നോക്കി. അവൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയം അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തിനാ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? ഇടറിയ ശബ്ദത്തോടെ ആമി ചോദിക്കുമ്പോൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അവൻ. സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തുയതു. ആ നിമിഷം മുഴുവൻ താൻ കാരണം അവൾ അനുഭവിച്ച വേദനയും ഒറ്റപ്പെടലും മാത്രമായിരുന്നു. ആ ഓർമ്മയിൽ അവൻ തൻ്റെ ഹൃദയത്തിൽ ചോര പൊടിയുന്നത് പോലെ തോന്നി. ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചാലും നിന്നെ എങ്ങനെ പരിചരിച്ചാലും നിന്നോട് ചെയ്ത തെറ്റിനൊന്നും പകരമാവില്ല ആമി. ഇന്നോളം ഞാനൊന്നും ഓർത്ത് പശ്ചാത്തപിച്ചിട്ടില്ല നിന്റെ കാര്യത്തിലല്ലാതെ. ഞാൻ ചെയ്തു പോയ തെറ്റോർത്ത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും വെറുപ്പും തോന്നുന്നു ആമി. സ്വയം കത്തിച്ചു കളയാൻ തോന്നുന്നു. ചില കുറ്റബോധങ്ങൾ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടും. അതുപോലെ ഈ കുറ്റബോധവും എന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. അത് എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല. എനിക്കെന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനയും കുറ്റബോധവും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവനോടൊന്നുകൂടെ ചേർന്നിരിക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് തലോടുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും ഓർക്കണ്ട. എല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കാം. ആമിയുടെ വാക്കുകൾ അവനിൽ ഒരു തണുപ്പ് പടർത്തി. ഇതുവരെ പുകഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ മനസ്സിലേക്ക് ഒരിളം കാറ്റ് വന്ന് വീശിയ പോലെയായിരുന്നു അവനപ്പോൾ. ഒന്നും മിണ്ടാതെ ആമിയെ തന്നോട് ചേർത്ത് പിടിച്ച് കുറച്ചു നേരം കൂടി അതേ നിൽപ്പ് നിന്നു രണ്ടുപേരും. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ എണീറ്റ് കരയാൻ തുടങ്ങി. ആമിയെ ഒന്ന് നോക്കിയതിന് ശേഷം ഏതു രണ്ട് കുഞ്ഞുങ്ങളെയും ആമിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെ ബാത്റൂമിലേക്ക് പോയിന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ആമി കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പാല് കൊടുത്ത് കിടത്തിയിരുന്നു. മുറിയിലെത്തി ഒന്ന് ഫ്രഷായി വന്നുള്ള ബെഡിലേക്ക് കിടക്കുവാണ് സേവി. കുറച്ചു നേരം കൂടെ കാത്ത് കുഞ്ഞുങ്ങളെ ആരും കൊണ്ടുവന്നില്ലെന്ന് യദുവിൻ്റെ മുറിയിലേക്ക് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. വന്ന് കയറിയ ഉടനെ ആദ്യം കരുതിയത് യദുവിൻ്റെ മുറിയിലേക്ക് പോകാനാണ്. പിന്നെ അവരുടെ സ്വർഗത്തിലേക്ക് കട്ടുറുമ്പാവണ്ടെന്ന് തോന്നി. ബെഡിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കിടക്കുമ്പോഴാണ് ആരോ ഡോറ് തുറക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. കണ്ണു തുറന്നു നോക്കിയ സേവി കാണുന്നത് ഒരു കയ്യിൽ കുഞ്ഞിനെയും എടുത്ത് തൻ്റെ അടുത്തേക്ക് വരുന്ന യദുവിനെയാണ്. അവന് പുറകെ മറ്റൊരു കുഞ്ഞുമായി ചെറിയമ്മയുമുണ്ട്. യദുവിൻ്റെ കയ്യിൽ ടർക്കിയിൽ പൊതിഞ്ഞു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും സേവിയുടെ കണ്ണുകൾ വിടർന്നു. അവിടെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞു. വിടർന്ന കണ്ണുകളോടെ കുഞ്ഞിനെ നോക്കുന്ന സേവിയുടെ കയ്യിലേക്ക് യദു അവൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ വെച്ചു കൊടുത്തു. പെട്ടെന്നുള്ള യദുവിൻ്റെ പ്രവൃത്തിയിൽ സേവി ഒന്ന് പകച്ച് അവൻ്റെ കൈയൊന്ന് ഇടറി. എങ്കിലും തൻ്റെ നെഞ്ചോട് അവൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ കണ്ണുകൾ ആ കുഞ്ഞു മാലാകയിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. തൻ്റെ കയ്യിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ പാൽ പുഞ്ചിരി കാണി മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു അവൻ.
നിറഞ്ഞ കണ്ണുകളോടെ വാത്സല്യം നിറച്ച ആ നെറ്റിയിൽ ഒരച്ഛൻ്റെ സ്നേഹത്തോടെ സേവി ചുണ്ട് ചേർക്കുമ്പോൾ കണ്ടുനിന്ന യദുവിൻ്റെയും ചെറിയമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. പപ്പയാടാ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ പോലും വകവയ്ക്കാതെ സേവി അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. ഉടനെ അവൻ്റെ കയ്യിലേക്ക് മോനെയും വെച്ചുകൊടുത്തു. അതേപോലെ തന്നെ കുറച്ചു നേരം മോനെയും നോക്കിയിരുന്നതിന് ശേഷം സേവി അതുപോലെ തന്നെ അവൻ്റെ നെറ്റിയിലും ചുണ്ടുകൾ ചേർത്തു. കുറച്ചു നേരം കൂടെ സേവിയുടെ കൂടെ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ടാണ് ഇത് പോയത്. അപ്പോഴെല്ലാം പുറത്തുനിന്ന് സേവിയുടെയും അവൻ്റെ സന്തോഷത്തെയും നോക്കി കാണുകയായിരുന്നു ലച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൻ്റെ അടുത്തേക്ക് പോകാൻ അവൾക്ക് തോന്നിയില്ല. തന്നെ നോക്കാതെ മുഖം തിരിച്ചവനെ ഓർക്കുമ്പോൾ ഉള്ളിൽ വേദന നിറയുന്നത് അവൾ അറിഞ്ഞു. മുറിയിൽ കിടക്കുന്നവനെ ഒന്ന് നോക്കിയതിനു ശേഷം ലച്ചു മുറിയിലേക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോയി. യദുവും അവൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളുമായി ജീവിത സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അവരുടെ അടുത്തു നിന്നൊന്ന് മാറുക പോലും ചെയ്യാതെ തൻ്റെ മുറിവിനെ പോലും മറന്നവൻ അവർക്ക് കൂട്ടിരുന്നു. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ അവൻ്റെ ഓഫീസിലെ വർക്ക് കൂടെ ജിതൻ ചെറിയച്ഛൻ ഏറ്റെടുത്തു. ഇത് കുറച്ച് ദിവസം കൂടെ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. ലച്ചു മുറിയിൽ തന്നെ അടച്ചിരിപ്പായി. ആകെ ആമിയോടും കുഞ്ഞുങ്ങളോടും മാത്രം എന്തെങ്കിലും സംസാരിക്കും. സേവി മുറിവൊക്കെ ഉണങ്ങി ഔട്ട് ഹൗസിലേക്ക് പോയി. അവർ നിർബന്ധിച്ചിട്ടും കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് ആരും മുടക്ക് പറഞ്ഞില്ല. ദിവസം കഴിയുന്തോറും കാളിയാർ മഠത്തിൻ്റെ ആ സന്തോഷം ആ കുഞ്ഞുങ്ങളിലേക്ക് ഒതുങ്ങി തുടങ്ങി. ആ വീടൊരു സ്വർഗമായി മാറി. ഇന്ന് കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടാണ്. കാളിയാർ മഠം മുഴുവൻ അതിനൊരുങ്ങിക്കഴിഞ്ഞു. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വീടും അന്തരീക്ഷവും. എല്ലാവരും കാലത്ത് തന്നെ എഴുന്നേറ്റ് റെഡിയായി നിൽപ്പുണ്ട്. ചെറിയമ്മമാർ രാവിലെ സദ്യ ഒരുക്കി. അർജുൻ, നവീനും ലക്ഷ്മണനും ഓരോരോ ജോലിയിലാണ്. ചെറിയച്ഛന്മാരും മുത്തശ്ശനും ഹാളിലിരിപ്പുണ്ട്. എല്ലാവരുടെയും മുഖത്തും നിറഞ്ഞ സന്തോഷമാണ്. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും യദു കുളിപ്പിച്ചു കൊടുത്തതും ആമി തന്നെ അവർക്ക് മുണ്ടെടുത്തു കൊടുത്തു. അവരെ ഒന്ന് നോക്കിയത് കുളിക്കാൻ കയറി. അവനെ നോക്കിയതിനു ശേഷം ആമി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് ഉറക്കി. അപ്പോഴേക്കും യദു കുളി കഴിഞ്ഞ് വന്നിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയതിനു ശേഷം നേരത്തെ എടുത്തു വെച്ചൊരു വൈറ്റ് കളർ ഷർട്ട് അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ആ ഷർട്ട് വേണ്ട ഇതുവേട്ടാ, ഞാൻ അവിടെ ഒരു കുർത്ത വെച്ചിട്ടുണ്ട്, അതിട്ടാ മതി. വൈറ്റ് കളർ ഷർട്ട് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരക്കിട്ട് പോകുന്നവനെ നോക്കിക്കൊണ്ട് ആമി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും ഉടനെ അവൻ്റെ മറുപടിയും വന്നിരുന്നു. എനിക്കിതൊന്നും ചേരില്ല ആമി. അതിന്? ആമി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി കഥകരച്ചിരുന്നു. നിങ്ങളുടെ അച്ഛൻ്റെ മുരട്ട് സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. കുഞ്ഞുങ്ങളെ നോക്കി മുഖം വീർപ്പിച്ചാണ് ആമി അത് പറഞ്ഞത്. പിന്നെ കണ്ണെഴുതി പൊട്ടും തൊട്ട് കൊടുത്തിട്ടാണ് ആമി കുളിക്കാൻ കയറിയത്. ബാത്റൂമിലേക്ക് പോകുന്നതിന് മുൻപ് വൈറ്റ് കളർ ഷർട്ടും മുണ്ടും ധരിച്ചു വരുന്നവനെ കണ്ടു. എങ്കിലും ആമി മൈൻഡാക്കിയില്ല. മുഖം വീർപ്പിച്ച് പോകുന്നവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ടേത് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ കുറച്ചു നേരം നോക്കിയിരുന്നതിന് ശേഷം ഏതു വേഗം വളർന്നു കിടക്കുന്ന തൻ്റെ മുടി ബൺ ചെയ്തു വെച്ചു. അപ്പോഴേക്കും ബെഡിൽ കിടക്കുന്ന മോൻ കരയാൻ തുടങ്ങി. കുഞ്ഞിനടുത്ത് ചെന്നുകൊണ്ട് ഏതു കുഞ്ഞിനെ കയ്യിലെടുത്തതും പെട്ടെന്ന് അവൻ്റെ കയ്യിലൂടെ ചെറു ചൂടുവെള്ളം കടന്നുപോയി. ഒരു നിമിഷം വേണ്ടി വന്നു യദുവിന് കാര്യം മനസ്സിലാക്കാൻ. പെട്ടെന്നൊന്ന് പകച്ചുവെങ്കിലും കുഞ്ഞിനെ പതിയെ കിടത്തിയതിനു ശേഷം ആമി ഉടുത്തു കൊടുത്ത മുണ്ട് പതിയെ അഴിച്ചു മാറ്റി. പിന്നെ കുഞ്ഞിനെ നന്നായി തുടച്ച് ലോഷൻ തേച്ചു കൊടുത്തതിനു ശേഷം പുതിയ മുണ്ട് ഉടുപ്പിച്ചു കൊടുത്തു. കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആമി കാണുന്നത് തൻ്റെ നനഞ്ഞ ഷർട്ടിലേക്കും ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിലേക്ക് നോക്കി നിൽക്കുന്ന യദുവിനെയാണ്. ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ആമിക്ക് കാര്യം മനസ്സിലായി. അവനെ നോക്കി വന്ന് ചിരി കടിച്ചമർത്തിക്കൊണ്ട് ആമി നേരത്തെ എടുത്തു വെച്ച വൈറ്റ് കളറിലുള്ള കുർത്ത കയ്യിൽ കൊടുത്തു. എന്നിട്ട് നേരെ യദുവിന് നേരെ നീട്ടി. തൻ്റെ നേർക്ക് നീണ്ടുവന്ന ആമിയുടെ കയ്യിലേക്കും പിന്നെ തൻ്റെ നനഞ്ഞ ഷർട്ടിലേക്കും യദു ഒന്ന് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ നിന്ന് കുർത്ത വാങ്ങി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. യദു പോയതും ആമി വേഗം കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഡയപ്പർ ധരിപ്പിച്ചു. പിന്നെ വേഗം കബോർഡ് തുറന്നൊരു ഗോൾഡൻ കരവരുന്ന സെറ്റ് സാരിയും അതിന് മാച്ചായ ആഭരണങ്ങളും ധരിച്ചു. പിന്നെ ഒന്ന് കണ്ണെഴുതി ഒരു ചെറിയ പൊട്ടും തൊട്ടു. കുർത്തയിട്ട് പുറത്തേക്ക് വന്ന യദു കാണുന്നത് കണ്ണാടിക്ക് മുൻപിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന ആമിയെയാണ്. സെറ്റ് സാരിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. പ്രസവം കഴിഞ്ഞതുകൊണ്ട് ആമിയാകെ ഒന്ന് ചുവന്ന് തുടുത്തിട്ടുണ്ട്. അവളുടെ വിടർന്ന കണ്ണുകളും ചുവന്ന ചുണ്ടും കാണെ അവൻ്റെ കണ്ണുകളിൽ അവളിലാകെ സഞ്ചരിച്ചു. ഏതുപോലും അറിയാതെ അവൻ്റെ കാലുകൾ അവൾ അടുത്തേക്ക് പോയി. തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടടുത്തേക്ക് വരുന്ന യദുവിനെ കണ്ണാടിയിൽ കൂടെ കണ്ടതും ആമിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു.
എന്നാൽ അപ്പോഴേക്കും പുറകിലൂടെ വന്ന യദു അവളെ പുണർന്നിരുന്നു. ആദ്യമൊന്ന് പകച്ചു എങ്കിലും ഒരു ചിരിയോടെ ആമിയും അവനോട് ചേർന്നു നിന്നു. ആമിയുടെ തോളിലേക്ക് മുഖമർത്തി കണ്ണാടിയിൽ കാണുന്ന തങ്ങളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്നു അവർ. കണ്ണാടിയിൽ കാണുന്ന 2 പേരുടെയും പ്രതിബിംബത്തിൽ വല്ലാത്ത ഭംഗിയുള്ളതുപോലെ തോന്നിയിരുന്നു അവർക്ക്. ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ചിത്രം പോലെ. കുർത്തയും മുണ്ടും ധരിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന യദുവിനെ കാണെ ഇന്നോളം അവനിൽ കാണാത്തൊരു പ്രത്യേക ഭംഗി അവനിലുള്ളതുപോലെ അവൾക്ക് തോന്നി. ആ കണ്ണുകൾ അവൻ്റെ മുഖം മുഴുവൻ സഞ്ചരിച്ചു. എന്നാൽ അപ്പോഴും പുറത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നൊരു പുഞ്ചിരി അവനിൽ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക്. പെട്ടെന്ന് ആമിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് തൻ്റെ കുർത്തയുടെ പോക്കറ്റിൽ നിന്ന് ഒരു സിന്ദൂരച്ചെപ്പ് പുറത്തെടുത്തു അവൻ. എന്നിട്ട് അതിൽ നിന്നൊരു തുള്ളി അവളുടെ സീമന്തരേഖയിലേക്ക് ചാത്തിക്കൊടുത്തു. ഒരു വേള അവൻ്റെ പ്രവൃത്തിയിലൊന്ന് പകച്ചുവെങ്കിലും അത് അവളിൽ പൂർണ്ണ സന്തോഷവതിയാണ് നിറച്ചത്. കണ്ണുകൾ അടച്ച് അവൻ്റെ സിന്ദൂരം സ്വീകരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി അവൻ്റെ കയ്യിലേക്ക് പതിച്ചു. തൻ്റെ പേരിലുള്ള സിന്ദൂരം കണ്ണുകളടച്ച് സ്വീകരിച്ച് നിൽക്കുന്ന ആമിയെ കണ്ടതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. ആ സന്തോഷം അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിയാണ് പ്രകടിപ്പിച്ചത്. ഐ ലവ് യു ആമി. രഹസ്യം പോലെ ആരും കേൾക്കാതെ ആമിയുടെ ചെവിയിൽ പറഞ്ഞതും ആമിയുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ കൈകൾ അവനെ തിരികെ പുണർന്നു. 2 പേരും റെഡിയായി താഴേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ടേബിളിൽ കോർത്തു വെച്ചിരിക്കുന്ന മുല്ലപ്പൂവിൻ്റെ കാര്യം ആമി ഓർത്തത്. വേഗം ചെന്നതെടുത്ത് തലയിലേക്ക് വെച്ചെങ്കിലും അപ്പോഴേക്കും യദു അവളിൽ നിന്ന് മുല്ലപ്പൂവ് വാങ്ങിയിരുന്നു. മുടിയുടെ ഉള്ളിലൂടെ പൂവെടുത്ത് നല്ല വൃത്തിയായി വെച്ചതിന് ശേഷം 2 സൈഡും സ്ലൈഡ് കൊണ്ട് അവനത് ഉറപ്പിച്ചു കൊടുത്തു. വളരെ സാവധാനത്തിൽ ക്ഷമയോടുകൂടി പൂ വെച്ചു കൊടുക്കുന്ന യദുവിനെ ആമി കണ്ണാടിയിലൂടെ നോക്കി നിന്നു. അനാവശ്യ ദേഷ്യവും ഗൗരവവും ഒന്നും ഇപ്പോൾ ആരോടും കാണിക്കാറില്ല. സംസാരം പണ്ടത്തെ പോലെ തന്നെയാണെങ്കിലും ആ തുറിച്ചു നോട്ടത്തിലും അലർച്ചയ്ക്കും നല്ല വ്യത്യാസമുണ്ട്. അവളുടെ കണ്ണുകൾ വീണ്ടും അവനിലേക്ക് സഞ്ചരിച്ചു. വളരെ ശ്രദ്ധിച്ച് കുത്തിയിറക്കുന്നവൻ്റെ മുഖഭാവം കണ്ടതും ആമിക്ക് ചിരി വന്നു. എങ്ങനെ നടന്നിരുന്ന ആളാ ഇപ്പം ആളാകെ മാറിപ്പോയി.